മുറിവ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ സൈക്കോ ത്രില്ലർ ഒരു പടമാണ്, റൈറ്റ്. അതിൽ ഫ്രണ്ട്ഷിപ്പ് പറയുന്നുണ്ട്, പ്രണയം പറയുന്നുണ്ട്, സൗഹൃദം പറയുന്നുണ്ട്, ഒരു ഫാമിലിക്ക് പറ്റിയൊരു കഥയാണ്. പിന്നെ അതിൽ കൂടുതൽ ഒരു ആക്ഷൻ പടം കൂടിയാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി തികഞ്ഞ മിക്ക എല്ലാ ഓഡിയൻസിനും തന്നെ പറ്റുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടു, ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ വഴിയാണ് ഞാൻ പടത്തിൽ കയറിയത്. അപ്പോൾ ഷമീർ സാറാണെങ്കിൽ എന്നെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ കോളിൽ സംസാരിച്ചു. പിന്നെ നേരിട്ട് വന്ന് ഞാൻ സ്ക്രിപ്റ്റൊക്കെ കേൾക്കുക ചെയ്തിട്ടുണ്ടായത്. പിന്നെ എന്നെക്കൊണ്ട് കുറച്ചൊക്കെ ചെയ്യിപ്പിക്കാൻ നോക്കി. അപ്പോൾ അതിൽ ടീം ഇംപ്രസ്ഡ് ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ പടത്തിൽ അവസരം കിട്ടില്ല. പക്ഷെ എന്നാലും സ്ക്രിപ്റ്റ് പറഞ്ഞ രീതിയും ഒക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് ആ ഒരു കഥ ഭയങ്കര നല്ലൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓൾസോ നമ്മുടെ ഫസ്റ്റ് പടമാണല്ലോ. അപ്പോൾ അതിൽ എനിക്കൊട്ടും ടെൻഷൻ അങ്ങനെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറേ ചാൻസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് ആസ് എൻ ആക്ടർ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ ഷമീർ സാർ ആണെങ്കിൽ തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ഇത് തന്നെയായിരുന്നു. നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ട് ആക്കുന്ന ആൾ തന്നെയാണ്. അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഭഗത്ത് മാത്രമല്ല, ഈ ചിത്രത്തിൽ പുതുമുഖങ്ങളായിട്ടുള്ള ഒരുപാട് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻസും ലൊക്കേഷനിലേക്കുള്ള ഒരു നിങ്ങളുടെ ഒരു സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ എങ്ങനെയായിരുന്നു? ഒരു ചെറിയ കൂട്ടായ്മ തന്നെയായിരുന്നു. നമ്മൾ 28 ദിവസം ഉണ്ടായിരുന്നു. പടത്തിൽ മുറിവെന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആക്ഷൻ പടത്തിനൊക്കെ പ്രത്യേകിച്ച് ഈ സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞ കാര്യം ചെറിയ കാര്യമല്ല. കാരണം നമുക്ക് ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ശരിക്കും പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ കുറേ ടേക്സും പോയി കുറേ ബുദ്ധിമുട്ടി തന്നെയാണ് ആ സെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും അൺഹാപ്പി ആവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആക്ടേഴ്സ് അതിനനുസരിച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കൊറിയോഗ്രാഫ് ചെയ്ത ഫൈറ്റേഴ്സ് ആണെങ്കിലും അതിനനുസരിച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫേഴ്സ് പറയണ്ട. അപ്പോൾ ആ ഒരു രീതിയിൽ മികച്ചൊരു പടമായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫാമിലിക്കും പിന്നെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് പോയി കാണേണ്ട ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ അവർക്ക് വേണ്ടി കുറച്ച് സന്ദേശങ്ങൾ ഈ നമ്മുടെ പടത്തിൽ പറയുന്നുണ്ട്. അത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. എല്ലാവരും ഒന്ന് ഈ പടത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരെന്ന രീതിയിൽ മാത്രമല്ല, അത് കണ്ടതും വെച്ച് ഞാൻ പറയുകയാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ഒരു പടം ഇറക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള വർക്ക് ചെറുതല്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാൻ ശ്രമിക്കുക. ഫാമിലി ആയിട്ട് കാണുക, മക്കളായിട്ട് കാണുക. എല്ലാവർക്കും പറ്റിയൊരു സബ്ജക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ പടം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ബെസ്റ്റ് വിഷസൊക്കെ നമ്മൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുണ്ടാവട്ടെ. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.